ഹായ്, നന്ദാസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവാം. 21st ആനിവേഴ്സറി ആണ് ഇന്ന്. നന്ദാസിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന്. ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 21ാമത്തെ വാർഷികമായതുകൊണ്ട് തന്നെ 21 ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരുന്ന മധുരയുടെ ഒരു സാരിയാണ്. പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള സാരീസാണ്. ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഈ സാരീസ് എല്ലാം തന്നെ വിത്തൗട്ട് ബ്ലൗസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കൊട്ടിയ ഇനി നിങ്ങൾക്ക് ഇതിന് ബ്ലൗസസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് പീസസ് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മാച്ച് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. 1150 രൂപ മാത്രമാണ് സാരിയുടെ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കാണാം. മധുരൈ സുങ്കിടിയുടെ വെറൈറ്റിയിലാണ് കേട്ടോ, പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു യെല്ലോ വിത്ത് ഒരു മെറൂൺ ആണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈഡിൽ ചെറിയ ബോർഡർ, ഈ ഒരു സൈഡിലേക്ക് വരുമ്പം വലിയ ബോർഡറുമാണ് വന്നിട്ടുള്ളത്. വളരെ ഡീറ്റെയിലിങ്ങോട് കൂടിയ ബോർഡർ ഡിസൈനാണ്. ജറിയുടെ തന്നെ ബോർഡർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചുരുങ്ങ് കറക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മധുരൈ സുങ്കിടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ഫീൽഡിലൊക്കെ ഇട്ടിട്ടാണ് സ്റ്റാർ ചെയ്യുന്നതും ഉണക്കുന്നതും. അതുകൊണ്ട് തന്നെ ചെറിയ പാടുകൾ ഉണ്ടാവും. അത് ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ പോവും. അതൊരിക്കലും ഡാമേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പല്ലു ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ്. വളരെ ഹെവിയാണ് കേട്ടോ. ഈ ഒരു പോർഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രീൻ വിത്ത് പിങ്ക് ആണ് കേട്ടോ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇതേപോലെ ഈ ഒരു പോർഷനിൽ ചെറിയ ബോർഡറും ഇങ്ങോട്ട് വരുമ്പോൾ വലിയൊരു ബോർഡറുമാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോംബോ നേവി ബ്ലൂ വിത്ത് പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ. വിത്തൗട്ട് ബ്ലൗസ് ആണ് എല്ലാ സാരീസും വന്നിട്ടുള്ളത്. 1150 പ്രൈസ് റേഞ്ചിലാണ്. ബാക്കി ഇതിൻ്റെ ഈ ഒരു പല്ലു ഡിസൈൻ ആയാലും ബോർഡർ ഡിസൈൻസ് ആയാലും ഒക്കെ സിമിലർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിനി ബ്ലൗസിന് ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉള്ളിലേക്ക് കുത്തുന്ന വശത്ത് നിന്ന് കട്ട് ചെയ്ത് അവിടെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പല്ലു ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. കോംബോ വരുന്നത് നല്ലൊരു മെജന്ത വിത്ത് ബ്ലാക്ക് ആണ്. ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ് കേട്ടോ. കളർ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. പല്ലു കോൺട്രാസ്റ്റ് തന്നെ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇതേപോലെ ലൈറ്റ് ഷെയ്ഡിൻ്റെ മേലേക്ക് ഡാർക്ക് ഷെയ്ഡ്സ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഡാമേജ് അല്ല. ഇത് ഡൈ ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. നെക്സ്റ്റ് കോംബോ എപ്പോഴും എവർഗ്രീൻ കോംബോ ആയിട്ടുള്ള യെല്ലോ വിത്ത് മെറൂൺ ആണ്. ബാക്കിയൊക്കെ സെയിം ആണ്. ഇതേപോലെയാണ് പല്ലു ഡിസൈൻ വന്നത്. പിങ്ക് വിത്ത് ബ്രൗൺ ആണ്. ഞാൻ ഇനി ഡീറ്റെയിൽ ചെയ്ത് പറയുന്നില്ല. ബാക്കിയൊക്കെ സിമിലർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല്ലു ഡിസൈൻ ഇങ്ങനെയാണ്. നെക്സ്റ്റ് കോംബോ നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് വിത്ത് നേവി ബ്ലൂ ആണ്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഇവിടെ ഒരു തിന്നായിട്ടുള്ള ബോർഡറും ഇങ്ങോട്ട് വരും. വളരെ ഡീറ്റെയിലിങ്ങോട് കൂടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സറി ബോർഡറുമാണ് വന്നിട്ടുള്ളത്. ചെറിയ സ്മഡ്ജസ് ഇൻ കളർ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡൈ ഇങ്ങോട്ട് കുറച്ച് വരുന്നതൊന്നും ഡാമേജ് അല്ല കേട്ടോ. ഇതൊക്കെ നാച്ചുറലി ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് വരുന്ന ഇഷ്യൂസ് ആണെങ്കിലും ഡാമേജ് അല്ല. ഇതേപോലെയാണ് അതിൻ്റെ പല്ലു ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് കോംബോ ബോട്ടിൽ ഗ്രീൻ വിത്ത് നല്ലൊരു പീച്ച് ആണ് കേട്ടോ. അതേപോലെയാണ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം ആണ്. നെക്സ്റ്റ് വരുന്നത് നല്ല കോഫി ബ്രൗൺ വിത്ത് ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ. അതിൽ ആ ഒരു കസവും കൂടി വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിൻ്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ചെറുപയർ പച്ച വിത്ത് ഒരു നേവി ബ്ലൂ ആണ്. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. ഇതേപോലെയാണ് ബോർഡർ ഡിസൈൻ ആൻഡ് പല്ലു വന്നിട്ടുള്ളത്. ഇത് കുറച്ച് ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബോർഡറിൻ്റെ ഡിസൈനാണ് കംപ്ലീറ്റ് ആയിട്ടും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ബ്രോഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ഈ സൈഡിലും ചെറിയ ബോർഡർ ഈ സൈഡിലും ഓഫ് വൈറ്റ് ക്രീം ഷെയ്ഡിലാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത്. ഇതേപോലെ ചെറിയ സ്മഡ്ജസ് ഉള്ളതൊക്കെ അത് നമുക്ക് ഒരിക്കലും ഡാമേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ. ഇതേപോലെയാണ് അതിൻ്റെ പല്ലുവിലത്ത് വരുന്ന ഡിസൈൻ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ക്ലാസിക് മസ്റ്റർഡ് യെല്ലോ വിത്ത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. ഇതേപോലെയാണ് ബോഡിയിൽ വന്നിട്ടുള്ള. ഈ ഭാഗത്ത് ഒരു ചെറിയ ബോർഡറും ഇങ്ങോട്ട് വരുമ്പം വളരെ ബ്രോഡ് ആയിട്ടുള്ളൊരു ബോർഡറുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല സറിയുടെ വർക്കാണ്. ആ ഒരു പീകോക്ക് മോട്ടീഫ് തന്നെ വലുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് പല്ലു ഡിസൈൻ ബ്ലാക്ക് ആണ്. എല്ലാം തന്നെ വിത്തൗട്ട് ബ്ലൗസ് ആണ് വന്നിട്ടുള്ളത്. 1150 ആണ് പ്രൈസ് വരുന്നത്. വൈറ്റ് വിത്ത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ. അതേപോലെയാണ് അതിൻ്റെ ബോഡി വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു കൂടിയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കോംബോ ചിക്കു വിത്ത് ബ്ലാക്ക് ആണ്. ഇതേപോലെയാണ് ബോഡി വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ ചെറിയ ബോർഡറും ഇവിടെ നല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള പീകോക്കിൻ്റെ മോട്ടീഫ് ബോർഡറുമാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് കോമ്പിനേഷൻ കോഫി ബ്രൗൺ വിത്ത് മസ്റ്റർഡ് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷനാണ് വരുന്നത്. പല്ലു ഇതേപോലെയാണ് വിത്തൗട്ട് ബ്ലൗസ് ആണ് വന്നിട്ടുള്ളത്. ഗ്രേ വിത്ത് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ഇതേപോലെ പല്ലു ഡിസൈൻ വന്നിട്ടുള്ളത്.
വയലറ്റ് വിത്ത് നേവി ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് കോമ്പിനേഷൻ. ഒരു ബ്ലൂവിൻ്റെ തന്നെ ഒരു കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡ് എന്നും വേണമെങ്കിൽ പറയാം. ഈ ഒരു ബോർഡറും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പീക്കോക്കിൻ്റെ മോട്ടീവ് ബോർഡർ വന്നിട്ടുള്ള പല്ലു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് വിത്ത് മെറൂൺ ആണ് കേട്ടോ. നല്ല വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ബോഡി വന്നിട്ടുള്ളത്. ഇതേപോലെയാണ് അതിൻ്റെ പല്ലു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ക്രീം വിത്ത് ഗ്രേ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇതേപോലെയുള്ള സ്മഡ്ജസ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. ഇങ്ങനെയുള്ള സ്മഡ്ജസും ഡൈങ്ങിൽ വരുന്ന ഈ ഒരു ഇതൊക്കെയും ഡാമേജ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല കേട്ടോ. ഹാൻഡ് ഡൈഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ഡാമേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നല്ല സ്റ്റാർച്ച് ചെയ്ത രീതിയിലാണ് ഇപ്പോൾ സാരീസ് എല്ലാം വന്നിട്ടുള്ളത്. വൺസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാർച്ച് പോവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റാർച്ച് ചെയ്തോ അല്ലാതെയോ യൂസ് ചെയ്യാം. നെക്സ്റ്റ് കോംബോ വൈറ്റ് വിത്ത് നല്ലൊരു മെറൂണിഷ് റെഡ് ആണ് കേട്ടോ. നല്ല വൈറ്റ് ആണ് വരുന്നത് ബോഡി പാർട്ട്. ഇതേപോലെയാണ് പല്ലു ഡിസൈൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഇന്നത്തെ സാരി കളക്ഷനിലെ 21ാമത്തെ സാരിയാണ് കേട്ടോ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രീം വിത്ത് പീകോക്ക് ഗ്രീൻ, ഒരു ലൈറ്റ് പീകോക്ക് ഗ്രീൻ ആണ് സാരി വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ സിമിലർ ആണ്. നമ്മുടെ ഇന്നത്തെ ഓഫർ മറക്കണ്ട. 1500 രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 100 rupees ഓഫ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഗിവ് അവേ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. താങ്ക്